ഇറങ്ങിയ E250 ഡീസൽ വെർഷനാണിത്. ഒരുപാട് ഫീച്ചേഴ്സും ഒരുപാട് യാത്ര കംഫർട്ടും സുഖവും തരുന്ന ഒരു വാഹനമാണ്. ഫേസ് കണ്ടതിന് പുതിയൊരു മോഡൽ ഫേസ് പോലെ ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അത്രത്തോളം ഉള്ളത് കൊണ്ട് തന്നെ ആൾക്കാരാണുള്ളത്. പിന്നെ ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ നമുക്ക് 85% നമുക്ക് ടയർ ഭാഗം മൊത്തത്തിൽ റീപ്ലേസ്മെന്റേ ഇല്ല. എല്ലാ ഗ്ലാസുകളും അതാത് വർഷത്തിലുള്ള റീപ്ലേസ്മെന്റ് ഇല്ലാത്തതാണ്. ഹായ് ഫ്രണ്ട്സ്, റാസി കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് മെഴ്സിഡീസ് ബെൻസിന്റെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു മോഡൽ വാഹനമാണ്. 2014 ഇറങ്ങിയ E250 ഡീസൽ വെർഷനാണിത്. ഒരുപാട് ഫീച്ചേഴ്സും ഒരുപാട് യാത്ര കംഫർട്ടും സുഖവും തരുന്ന ഒരു വാഹനമാണിത്. ഇത് നമ്മളെ ചാനലിൽ അധികം കൊണ്ടുവന്നിട്ടില്ല. കാരണം എന്താ, വരുമ്പോഴത്തന്നെ ആൾക്കാരുണ്ടോയെന്ന് ചോദിച്ചിട്ട് ഇത് സെയിലായി പോകാറാണ് പതിവ്. എന്നാലും 2-3 എന്നൊക്കെ നമ്മളതിൽ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ പെട്ടെന്ന് മൂവ്മെൻ്റ് ഉള്ളൊരു മോഡലാണ്. ഈ ഇത്രയും ഫേസ് കണ്ട അതിൻ്റെ പുതിയൊരു മോഡൽ ഫേസ് പോലെ ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അത്രത്തോളം ഉള്ളത് കൊണ്ട് തന്നെ ആൾക്കാർ പെട്ടെന്ന് എടുത്തിട്ട് പോകുന്നൊരു വാഹനമാണ്. അതുപോലെ തന്നെയുള്ള പ്രൈസിലാണ് നമ്മളിത് കൊടുക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഇത് നമുക്ക് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന 2013-14 രജിസ്ട്രേഷനിൽ വരുന്ന വാഹനമാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തൊട്ട് മുന്നത്തെ ജസ്റ്റ് അങ്ങോട്ടൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ കാണാം, ആ 2 വണ്ടികളുണ്ട്. അതിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ വണ്ടിയാണിത്. അടുത്ത മോഡൽ 2013 ലാസ്റ്റ് സമയത്ത് ഇറങ്ങി 2014 തൊട്ട് 17 വരെ ഇറങ്ങിയൊരു മോഡൽ. ഈ ഷേപ്പിലുള്ള വാഹനം, ഫ്ലവർ ലൈറ്റ്, LED, ഇതൊക്കെ ഒരുപാട് ഫീച്ചേഴ്സ് കൂടിയ വാഹനങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൊഫൈൽ പരിശോധിക്കുകയാണെങ്കിൽ സൈഡ് കാര്യങ്ങളൊന്നും റീപെയിൻ്റ് ഒന്നും കയറിയിട്ടില്ല, ഒറിജിനൽ പെയിൻ്റ് ആണുള്ളത്. പിന്നെ ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ നമുക്ക് 85% നമുക്ക് ടയർ ഭാഗങ്ങളും കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു ലൈറ്റാണ് ഇതിൻ്റെ, ഈ ഹെഡ് ലൈറ്റും ഈ ഗ്രില്ലും ആണ് ഇതിൻ്റെ ഒരു ഫേസ് പ്രത്യേകത എന്ന് പറയുന്നത്. അത്രയും അട്രാക്ഷനാണ്, ഒരു പുതിയ ന്യൂ ഷേപ്പിലേക്ക് നമുക്ക് തോന്നിക്കുന്ന മോഡൽ തന്നെയാണ് ഇത് വരുന്നത്. പിന്നെ ബോണറ്റോ കാര്യങ്ങളൊന്നും ഇല്ല, അത് മൊത്തത്തിൽ ഇത് റീപ്ലേസ്മെൻറ്റേ ഇല്ല. എല്ലാ ഗ്ലാസുകളും അതാത് വർഷത്തിലുള്ള റീപ്ലേസ്മെന്റ് ഇല്ലാത്തതാണ്. ഒക്കെ കറക്റ്റ്. ഇത് മറ്റൊരു പ്രത്യേകത പറഞ്ഞാൽ ജെനുവിൻ കറക്റ്റ് സർവീസ് ഹിസ്റ്ററി ഉണ്ട്. 62,000 കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസാണ്. അത് നമുക്ക് വരുന്ന ആൾക്കാർക്ക് നമുക്ക് ഹിസ്റ്ററി കാണിച്ചു കൊടുക്കാൻ നമ്മളടുത്ത് പ്രിന്റ് ഔട്ട് ആയിട്ടുണ്ട്. നമുക്ക് ഡീറ്റെയിൽസ് കാണിച്ചു കൊടുക്കാം. അപ്പോൾ സൈഡ് പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ്. മിറർ ഫോൾഡിംഗ് ടൈപ്പാണ്. പിന്നെ സൺ റൂഫ് വരുന്നുണ്ട്. പിന്നെ മൊത്തത്തിൽ നല്ല ക്വാളിറ്റിയിൽ തന്നെയുള്ളത്. നമ്മളൊന്ന് സ്പീഡായിട്ട് പറഞ്ഞു പോവാണ്. അപ്പോൾ തന്നെ ഫോണ് നമ്മൾ ഐഫോണിലാണ് എടുക്കുന്നത്. ഇപ്പോൾ തന്നെ 2-3 പ്രാവശ്യം ഫോൺ ഹീറ്റായിട്ട് നമ്മൾ റെസ്റ്റ് എടുത്തു, ചൂടിൻ്റെ ഇതുകൊണ്ട്. പിന്നെ ഇനിയിപ്പോൾ ബാക്ക് സൈഡ് നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് അതിലേക്ക് കാണിച്ചു കഴിഞ്ഞാൽ അറിയാം, ഒരു LED-ൻ്റെ ഇത് നമുക്ക് അതിലില്ല. ഇതിലാണ് ഇങ്ങനെ ലൈനായിട്ട് വരുന്ന ഒരു ടൈപ്പാണുള്ളത്. അതും ഇതിൻ്റെ ഒരു അട്രാക്ഷനാണ് പുറകുന്ന് നോക്കുമ്പോൾ. പിന്നെ ഈ ക്ലാസ്സിനെ സൂചിപ്പിക്കുന്നത് 250 പറഞ്ഞാൽ ഡീസലാണ്. 250 തന്നെ പെട്രോളും വരുന്നുണ്ട്. ഇത് ഡീസലാണ്. CDI എന്ന് കൊടുത്തത് ഡീസലിനെയാണ് സൂചിപ്പിക്കുന്നത്. നല്ലൊരു നീറ്റ് ആൻഡ് ക്വാളിറ്റിയാണ്. ബമ്പർ കാര്യങ്ങളൊക്കെ ഫിനിഷാണ്. ഇത് ജസ്റ്റ് വന്നൊരു ഇതിൽ തന്നെ നമ്മൾ സാധാരണ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവാറുണ്ട്. ഇതിന് ഒരു ഭാഗത്തുള്ള നമുക്ക് പണിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് ഇനി ഒരു പോളിഷ് ചെയ്യാൻ, ഇൻറ്റീരിയർ ക്ലീനിങ് ചെയ്യാനും മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിൽ മൊത്തത്തിൽ വരുന്നത്.
ഇതിന് ഇന്റീരിയർ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കേട്ടോ വണ്ടി അത്രയും ചൂട് കാരണം നമ്മൾ AC ഓൺ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് വീഡിയോ എടുക്കുന്നത്. കാരണം ഇപ്പൊ ടെമ്പറേച്ചർ ഏകദേശം 39-40 പറയുന്നുണ്ട് നമ്മളവിടെ കാലാവസ്ഥ. അപ്പോൾ നമുക്കിപ്പോൾ ഇന്റീരിയർ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്റ്റിയറിംഗ് ആണെങ്കിൽ തന്നെ 3 സ്പോക്ക് സ്റ്റിയറിംഗ് ആണ് വരുന്നത്. മറ്റേ 4 സ്പോക്ക് ആയിരുന്നു മുമ്പുണ്ടായത്. ഇതന്നെ ഒരു അട്രാക്ഷൻ ആണ്. നമുക്ക് ഇപ്പോൾ ഇറങ്ങുന്ന 2021-20 വരെയുള്ള വണ്ടികൾക്ക് സ്റ്റിയറിംഗ് ഒരു ഓൾമോസ്റ്റ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിൽ അഡീഷണൽ വരുന്നത് ഇവിടെ നമുക്ക് ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെന്റ് ആണത്. താഴോട്ട് പൊക്കും താത്തും ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ. പിന്നെ മേലോട്ട് പൊക്കാം, പിന്നെ താഴോട്ട് കൊണ്ടുവരാം. ഇങ്ങനെ 4 പൊസിഷനിൽ ഇങ്ങനെ നേരെ ഇങ്ങനെയും നമുക്ക് താഴോട്ടും മേലോട്ടും പൊക്കാൻ പറ്റുന്ന രീതിയിലാണ്. പിന്നെ ഇവിടെയാണ് ഇൻഡിക്കേറ്ററിൻ്റെതും പിന്നെ വൈപ്പർ കാര്യങ്ങൾ ഇതൊക്കെ സ്വിച്ച് ഇതിലാണ് വരുന്നത്. ഇതിന് മറ്റൊരു പ്രത്യേകത ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഗിയർ ട്രാൻസ്മിഷൻ്റെ ഇവിടെ അല്ല വരുന്നത്. അത് ഈ മോഡൽ തൊട്ടിട്ട് നമുക്ക് സ്റ്റിയറിങ്ങിലോട്ടായിട്ടുണ്ട്. ഈ മോഡൽ എന്നല്ല, ഇതിന്റെ മുന്നത്തെ മോഡലിന്റെ അവസാന കാലഘട്ടത്തിൽ ഇവിടുന്ന് ഇങ്ങോട്ട് ട്രാൻസ്മിഷൻ മാറ്റിയിട്ടുണ്ട് കമ്പനി. അപ്പൊ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു ലിവറിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അത് ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും ഓൾറെഡി. ഇതിലാണ് നമുക്ക് ട്രാൻസ്മിഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. അത് അങ്ങനെ പുതിയൊരു ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഹോണ് കാര്യങ്ങൾ, പിന്നെ ഇതിന്റെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഇതിലാണ് വരുന്നത്. പിന്നെ നമുക്ക് വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളത്, ഇവിടെ മെമ്മറി ഫങ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ ലോക്ക് അൺലോക്ക് ബട്ടൺ ആണ് ഇത് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ സീറ്റ് കൺട്രോളിങ് ആണ് കേട്ടോ. സീറ്റിന്റെ കൺട്രോൾസ് കാര്യങ്ങൾ ഉണ്ടോ, ചാരി കാര്യങ്ങൾ അങ്ങനെയുള്ളത്. ഹെഡ്റെസ്റ്റ് വരെ ഇതിൽ അഡ്ജസ്റ്റബിൾ ആണ്. ഹെഡ്റെസ്റ്റ് നമുക്ക് പൊക്കുന്ന വരെ ചെയ്യാം. അതിന്റെ മുന്നത്തെ മോഡലുകളിലും ഉണ്ട് നമുക്കത് അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ മറ്റുള്ള ഹാൻഡ് ബ്രേക്കിന്റെ ചവിട്ടി എൻഗേജ് ആക്കുന്നത്, റിലീസ് ആക്കുന്നത്, അതൊക്കെ എല്ലാത്തിലും വരുന്ന മോഡൽ തന്നെ. പിന്നെ നമുക്ക് സൺറൂഫ് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സൺറൂഫ് നമുക്ക് ബട്ടണിൽ ഓപ്പൺ ആക്കാം, വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ വരുന്നത് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇതൊരു ആൻഡ്രോയിഡ് ടൈപ്പ് ഒരു ഫോണിന്റെ രൂപത്തിലുള്ളതാണ് കമ്പനി ചെയ്തിട്ടുണ്ട്. ഇത് ആൻഡ്രോയിഡ് അല്ല, ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് FM റേഡിയോ കിട്ടും. പിന്നെ ഡിസ്ക് ഇടാൻ പറ്റും. പിന്നെ നമുക്ക് മൊബൈലിൽ തന്നെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് ഓഡിയോ ബ്ലൂടൂത്ത് എന്ന് പറയും, ഓഡിയോ മാത്രം ബ്ലൂടൂത്ത് വഴി നമുക്ക് ഇതിലേക്ക് പാസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ മുന്നത്തെ മോഡൽ വരെ അത് ആ സംവിധാനം ഇല്ലായിരുന്നു. അപ്പോൾ അതും കൂടി ഇതിൽ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നല്ലൊരു ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. മെഴ്സീഡീസ് ബെൻസിന്റെ നല്ലൊരു ഡിസൈനായി തോന്നി. 2 വെന്റും അവിടെയും ഇവിടെയും 2 വെന്റ്, 4 വെന്റുകളാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ സ്റ്റീരിയോ കൺട്രോള്. പിന്നെ ഇത് നമുക്ക് ബാക്കിലെ കർട്ടൺ ആണ് വരുന്നത്. ബാക്കിലോട്ട് ക്യാമറ കൊണ്ടുപോയി കഴിഞ്ഞാൽ കർട്ടൺ കാണാൻ പറ്റും. കർട്ടൺ വരുന്നുണ്ട്. ഒരു ബട്ടൺ തന്നെ പൊക്കാനും പറ്റും താഴ്ത്താനും പറ്റുന്ന രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. അതാണ് അതിൻ്റെ. ഇനി അടുത്തത് ഇതിന്റെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നെക്സ്റ്റ് ബട്ടൺ ഉള്ളത് ബാക്കിലെ ഹെഡ് റെസ്റ്റ് താഴ്ത്താനും പൊന്തിക്കാനുള്ള ഒരു ബട്ടണാണ്. ഇത് നെക്കി കഴിഞ്ഞാൽ ഹെഡ് റെസ്റ്റ് താവും പൊന്തും ചെയ്യും. അത് ഇപ്പോൾ ഓൾറെഡി താന്നാണ് എടുക്കുന്നത്. പൊക്കിയതിന് ശേഷം ഇത് ബട്ടൺ നെക്കിയാലേ താന്നു പോവാം. പിന്നെ ഹസാർഡിൻ്റെത്. പിന്നെ എക്കോ മോഡ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഇപ്പോൾ സിറ്റി ഡ്രൈവിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് എക്കോ മോഡ്. അതായത് ഫ്യൂൽ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് പ്രസ് ചെയ്തിട്ട് നമ്മൾ സിറ്റിയിലൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ ബ്രേക്ക് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആവും. അപ്പോൾ അറിയാവുന്നതാണല്ലോ എല്ലാവർക്കും ആ മോഡ്. പിന്നെ ഇത് പാർക്കിംഗ് സെൻസറാണ്. ഇത് ഓൾറെഡി ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ പാർക്കിംഗ് സെൻസർ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഓഫ് ചെയ്തേക്കാം. സിറ്റി ഡ്രൈവിലൊക്കെ ഇതിങ്ങനെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ പാർക്കിൻ്റെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വണ്ടികൾ വന്നാലും നമുക്ക് പിന്നെ എന്തെങ്കിലും ഡിറ്റക്ഷൻ വന്നാൽ വരെ ഇത് ഓഫ് ചെയ്തിട്ടാൽ വണ്ടി സൗണ്ട് ഉണ്ടാക്കൂല. അതാണ് അത് ബട്ടണാണിത്. നമുക്ക് ആവശ്യാനുസരണം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്വിച്ചസ് ആണ്. ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഫാനിന്റെ കൺട്രോൾ കാര്യങ്ങൾ അതൊക്കെ. ഇതിങ്ങനെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ പാർക്കിന്റെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വണ്ടികൾ വന്നാലും നമുക്ക് പിന്നെ എന്തെങ്കിലും ഡിറ്റക്ഷൻ വന്നാൽ വരെ ഇത് ഓഫ് ചെയ്തിട്ടാൽ വണ്ടി സൗണ്ട് ഉണ്ടാക്കൂല. അത് ബട്ടണാണിത്. നമുക്ക് ആവശ്യാനുസരണം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്വിച്ചസ് ആണ്. ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഫാനിന്റെ കൺട്രോൾ കാര്യങ്ങൾ അതൊക്കെയാണ് ഉള്ളത്. പിന്നെ ഇവിടെ നമുക്ക് അഡീഷണൽ ഇങ്ങനെ ഒരു ഇതുണ്ട്. നമുക്ക് ഇവിടെ സിഗർ ലൈറ്ററിന്റെ പോയിന്റ് ഉണ്ട്. പിന്നെ അത് ആഷ് തട്ടുന്നത്. പിന്നെ ഇവിടെ 2 ബോട്ടിൽ എന്തെങ്കിലും വെക്കാവുന്ന രൂപത്തിലാണ്. ഇതിങ്ങനെ നമുക്ക് വിടാം. പിന്നെ ഒന്നുകൂടി പ്രസ് ചെയ്താൽ അങ്ങനെ പോരും. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മൾ സ്റ്റീരിയോന്റെ ഇതിന്റെ കൺട്രോളിംഗ് ആണിത്. ഇതിൽ നമുക്കിപ്പോൾ മൗസ് പോലെ ഇപ്പോൾ ഉദാഹരണം പറയാം, നമുക്ക് ഇതിൽ റേഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ റേഡിയോയിലേക്ക് ഇങ്ങനെ തിരിച്ചു കൊണ്ടുവന്നിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരുപാട് സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് അവൈലബിൾ ആണ്. ബാക്ക് ബട്ടൺ ഇതിൽ തന്നെ ഉണ്ട്. പിന്നെ അങ്ങനെ കൺട്രോള്, സൗണ്ട് കൺട്രോള്, ഇപ്പം ഓഡിയോ, ബാസ്, ട്രബിൾ, ഇതൊക്കെ ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഇതൊരു മൗസ് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യാം വരുന്നത്. പിന്നെ നമുക്കുള്ളത് ഒന്ന് എക്കണോമിക് മോഡ്, ഒന്ന് സ്പോർട്സ് മോഡാണ്.
ഇതിൽ ഈ ബട്ടണിൽ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വണ്ടിയുടെ ഇത് സ്പോർട്സ് മോഡിലേക്കും എക്കണോമിക് മോഡിലേക്കും മാറും. അതാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ചെറിയ ഗ്ലോ ബോക്സിൻ്റെ ഉണ്ട്, ചെറിയൊരു സ്പേസ്. പിന്നെ ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഉണ്ട് ഗ്ലോ ബോക്സിൻ്റെ സ്പേസ് ഇവിടെ ഉണ്ട്. പിന്നെ ഇത്രയൊക്കെയാണ് മൊത്തത്തിൽ നമുക്ക് ഇവിടെ ഉള്ളത്. പിന്നെ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്ക് സെപ്പറേറ്റ് കാണിക്കും, വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, ഇരുന്ന് കാണിക്കുന്നില്ല. സാധാരണ നമ്മൾ ഡീറ്റെയിൽ പറയാറുണ്ട്, സമയക്കുറവ് മൂലമാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്റീരിയറിൽ നമുക്കുള്ളത്. പിന്നെ ഇപ്പൊ ചൂട് കാരണം നമുക്ക് ഉള്ളിൽ തന്നെ അതിന്റെ ഫൈനൽ റിവ്യൂ നമുക്കൊന്ന് പറയാം. അപ്പൊ ഇത് നമുക്ക് വരുന്നത് 2013 മോഡല് ലാസ്റ്റ് ആണ് കേട്ടോ, ഡിസംബറിൽ എങ്ങോണ്ടാണ്. പിന്നെ 2014 ജനുവരിയിലാണ് ഇത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇത് സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പിന്നെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ഫുൾ കമ്പനി സർവീസ് ഹിസ്റ്ററിയുള്ള 62,000, വെറും 62,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. കമ്പനി ഹിസ്റ്ററിയിലുള്ള സർവീസ് എല്ലാം ഉള്ള വാഹനമാണ്. അപ്പൊ ഇങ്ങനെ ലോ കിലോമീറ്റർ വണ്ടി നമുക്ക് വളരെ കുറഞ്ഞേ കിട്ടാറുള്ളൂ. പിന്നെ ഓരോ പ്രേക്ഷകർ കമന്റ് ചെയ്യാറുണ്ട് നമ്മുടെ വണ്ടികളെല്ലാം 1 ലക്ഷത്തിന് താഴെയാണ്. അപ്പൊ അതിൽ നമുക്ക് പറയാനുള്ളത് നമ്മൾ അങ്ങനെ നോക്കി എടുക്കുന്നതാണ്. 1 ലക്ഷത്തിന് താഴെ ഓട്ടുള്ള വണ്ടികൾ മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ. പിന്നെ മാക്സിമം നമ്മൾ സർവീസ് ഹിസ്റ്ററി ഉണ്ടോ എന്ന് നോക്കും. മോഡൽ കൂടിയ വണ്ടികൾ 2014 തൊട്ട് മേലോട്ടുള്ളതൊക്കെ നമ്മൾ ഹിസ്റ്ററി നോക്കിയിട്ടാണ് എടുക്കാറ്. അപ്പൊ ഇതിന് ഹിസ്റ്ററി ഉണ്ട്. പിന്നെ ഇതിന്റെ കാര്യങ്ങൾ ഇതാണ്. പിന്നെ വേറെന്താ, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, സ്റ്റാറിങ്ങിലാണ്, സൺറൂഫ് വരുന്നുണ്ട്, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഇതൊക്കെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ പേപ്പർ ഭാഗം നോക്കുകയാണെങ്കിൽ പുതിയ ഇൻഷുറൻസ് നമ്മൾ എടുത്തു തരും. ഇപ്പൊ ഇൻഷുറൻസ് കാര്യമല്ല. പിന്നെ HR രജിസ്ട്രേഷനാണുള്ളത്. നമുക്ക് ഇങ്ങോട്ട് കേരളത്തിലെ ഏത് ജില്ലയിലേക്കും നമുക്ക് NOC എടുത്തരാനും പറ്റും. അപ്പൊ ഇതിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വില 12,80,000 ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന വില. നിങ്ങൾ വേറെ കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ഫുള്ളി കമ്പനി സർവീസ് ഉള്ള ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. ഹിസ്റ്ററി ഇല്ലാത്ത വാഹനമൊക്കെ ചിലപ്പം കുറച്ച് കുറവിലൊക്കെ കാണാൻ പറ്റി കൂടെ ഇല്ല. പിന്നെ എന്തായാലും ശരി, ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് എന്തായാലും ഇതിന്റെ മേലെ ഇപ്പൊ ചില സ്ഥലങ്ങളൊക്കെ 16-15 ലക്ഷമൊക്കെ ചോദിക്കുന്നത്. നമുക്ക് ഓഫീസോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് ആ എക്സ്പെൻസ് നമുക്ക് കുറച്ചിട്ട് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ പറ്റും. പിന്നെ നമ്മള് മറ്റൊരു വീഡിയോ പറയുന്ന പോലെ തന്നെ നമുക്ക് ഇപ്പൊ ഇതിന്റെ സർവീസ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ ഇത് ദൂരെയുള്ള ആൾക്കാർ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് ഇത് എങ്ങനെ സർവീസ് ചെയ്യണം അതിനെ കുറിച്ചൊക്കെ ഒരു ഇത് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. ഇത് എടുത്തതിന് ശേഷം ഫ്യൂച്ചറിൽ എന്തെങ്കിലുമൊക്കെ മെയിൻ്റെനൻസ് വരികയാണെങ്കിൽ നമുക്ക് സ്പെയർ എത്തിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. മെക്കാനിക്കിനെ അവിടെ വീട്ടിൽ വെച്ചിട്ട് വർക്ക് എടുത്ത് കൊടുക്കുന്ന ഒരു ഓപ്ഷനും കൂടി നമ്മൾ ഇതിന്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വക ടെൻഷനൊന്നും കസ്റ്റമേഴ്സിന് വേണ്ട. പിന്നെ ഇത് 2014 കാരണം പുതിയ ടെക്നോളജിയാണ്. അങ്ങനെ കംപ്ലൈൻറ്റ്സ് കാര്യങ്ങളൊക്കെ മെയിൻ്റെനൻസോ വളരെ കുറഞ്ഞൊരു മോഡലാണ് ഇത് താരതമ്യേന മറ്റുള്ള ബ്രാൻഡുകളുടെ അപേക്ഷിച്ച്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്. അപ്പൊ പറഞ്ഞല്ലോ 12,80,000 ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വളരെ ചെറിയ രീതിയിൽ എന്തെങ്കിലും നെഗോഷ്യബിൾ ആയി ഉണ്ടാവുള്ളൂ, കാരണം ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. അപ്പൊ നമ്മുടെ യൂട്യൂബ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് നമ്മൾ പുതിയ വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ മൊബൈലിലേക്ക് എത്തുന്നതാണ്. പിന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാം ലിങ്ക്, ഫേസ്ബുക്ക് ലിങ്ക് ഒക്കെ താഴെ ഉണ്ട്. എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്ത് നമ്മള് പ്രചോദനമാണ്, നിങ്ങളെ സപ്പോർട്ടാണ് നമ്മൾ പ്രചോദനം. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.